പത്തനംതിട്ടയിലെ ഈ പ്രതിഷേധത്തിൻ്റെ എല്ലാം സ്വാഭാവികമായ ഒരു പ്രതിഫലനം ആ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുത്തുന്നതിൽ സംഭവിച്ചിട്ടുണ്ടാകാം. അതേസമയം BJPക്ക് മുന്നോട്ട് വരാനേ കഴിഞ്ഞിട്ടില്ല എന്നും നാമമാത്രമായ വോട്ടുകൾ മാത്രമാണ് പത്തനംതിട്ടയിൽ പോലും, അത് ഏതുതരം രാഷ്ട്രീയ സാമുദായിക ഘടകങ്ങൾ എതിരാണ് എന്ന് വാദിച്ചാൽ പോലും അത്തരം മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ പോലും പുതിയ സാഹചര്യത്തിൽ ഒരു മുന്നോട്ട് പോക്കിൻ്റെ മുന്നേറ്റത്തിൻ്റെ സാധ്യത സൃഷ്ടിക്കാനായില്ല എന്നത് ആ പാർട്ടിയെ സംബന്ധിച്ച് വളരെ ആശങ്കപ്പെടുത്തുന്നതാണ്. വിശേഷിച്ച് ഏറ്റവും വലിയ ഒരു സുവർണാവസരം പോലെ ഒരു വലിയ വിഷയം കൈകാര്യം ചെയ്ത സാഹചര്യത്തിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ ഘടകം. പന്തളത്താണ് CPMനെ ഞെട്ടിച്ച മറ്റൊന്ന്. CPMൻ്റെ സിറ്റിംഗ് സീറ്റ് അവിടെ നഷ്ടപ്പെടുന്നു, അത് SDPI കൊണ്ടുപോകുന്നു. ഇതാണ് പത്തനംതിട്ടയെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള പ്രദേശത്ത് എങ്ങനെയാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ നിലപാടുകളും വിചാരങ്ങളും പങ്കുവച്ചത് എന്ന് നോക്കുമ്പോൾ അത് CPMന് ക്ഷീണം തന്നെയാണ്. പക്ഷേ കേരളമൊട്ടാകെ ഈ നിലയിൽ LDFന് 22 സീറ്റുകളുമായി 39 വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്തി തന്നെ സ്വാധീനം ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നു. LDFനെ ക്ഷീണിപ്പിക്കാൻ UDFനോ BJPക്കോ ആ നിലയ്ക്ക് കഴിഞ്ഞിട്ടുമില്ല. ഷഹീദ് കോഴിക്കോട് നിന്നും ചേരുകയാണ്. ഷഹീദ്, വടക്കൻ കേരളത്തെ സംബന്ധിച്ച ഒരു രാഷ്ട്രീയ ചിത്രം എങ്ങനെയാണ് വിവരങ്ങളാകെ പുറത്തു വന്നൊരു സാഹചര്യത്തിൽ ഇപ്പോഴുള്ളത്? ശരത്ത്, ഏറ്റവും പുതുതായി പങ്കുവെക്കാനുള്ളത് വടക്കൻ കേരളത്തിൽ ഒരു വാർഡിൽ ഇപ്പോൾ LDFന് പരാജയം, സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു. സുൽത്താൻ ബത്തേരി, വയനാട്ടിലെ സുൽത്താൻ ബത്തേരി കരുവള്ളിക്കുന്ന് നഗരസഭാ വാർഡിൽ സുൽത്താൻ ബത്തേരി നഗരസഭയിൽ വളരെ നിർണായകമാണ് ഈ വാർഡ് അല്ലെങ്കിൽ ഒരു സീറ്റ് എന്നുള്ളത്. LDF ആയിരുന്നു നഗരസഭ ഭരിച്ചിരുന്നത്. അവിടെ LDFന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു കരുവള്ളിക്കുന്ന്. അത് UDF ഇപ്പോൾ തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് നഗരസഭാ ഭരണത്തെ പോലും നിർണായകമായ മാറ്റത്തിന് സ്വാധീനിക്കാൻ ശക്തിയുള്ള ഒരു വിജയം തന്നെയാണ് ഇപ്പോൾ UDF നേടിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. വടക്കൻ കേരളത്തിൽ ആദ്യമായാണ് ഇപ്പോൾ ഒരു LDFന്റെ സിറ്റിംഗ് സീറ്റ് ഇപ്പോൾ LDFന് നഷ്ടപ്പെട്ട് UDF തിരിച്ചുപിടിക്കുന്ന സാഹചര്യം. മറ്റു ജില്ലകളിൽ പോവുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ അമരമ്പലത്താണ് ശ്രദ്ധേയമായത്. അവിടെ UDFന്റെ സിറ്റിംഗ് സീറ്റ് LDF അട്ടിമറി വിജയത്തിലൂടെ പിടിച്ചിരിക്കുന്നു. LDF സ്ഥാനാർത്ഥി അനിത രാജു 146 വോട്ടുകൾക്ക് അവിടെ വിജയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒപ്പം തന്നെ കൊണ്ടോട്ടിയിൽ UDF ലീഗ് സ്ഥാനാർത്ഥിയാണ്. അവിടെ ലീഗ് സ്ഥാനാർത്ഥി മരണപ്പെട്ടതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് വന്ന് അവിടെ സിറ്റിംഗ് സീറ്റ് ലീഗ് നിലനിർത്തിയിരിക്കുന്നു. ഫൈസൽ കൊയ്യോളി 1354 വോട്ടുകൾക്ക് അവിടെ വിജയിച്ചിരിക്കുന്നു. വളാഞ്ചേരിയിൽ 28ാം ഡിവിഷനിൽ ലീഗിലെ സ്ഥാനാർത്ഥിയായിരുന്ന ലീഗ് വാർഡ് നഗരസഭാ ചെയർപേഴ്സൺ കൂടിയായിരുന്ന ഷാഹിന രാജിവെച്ചതിനെ തുടർന്നാണ്, ഉൾപാർട്ടി തർക്കം കാരണം രാജിവെച്ചതിനെ തുടർന്നാണ് അവിടെ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. അവിടെ ലീഗ് സ്ഥാനാർത്ഥി തന്നെ വിജയിച്ചിരിക്കുന്നു. ഫാത്തിമ നസി 55 വോട്ടുകൾക്ക് അവിടെ വിജയിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ വട്ടംകുളം മേൽമുറിയിൽ LDF ആയിരുന്നു സിറ്റിംഗ് സീറ്റ്. LDF ആ സീറ്റ് നിലനിർത്തി. CPMലെ KV കുമാരൻ 66 വോട്ടുകൾക്കാണ് വിജയിച്ചു കയറിയത്. കണ്ണൂരിൽ നടുവിൽ അറക്കൽത്തായിൽ UDF ആണ് വിജയിച്ചിരുന്നത്. UDF സിറ്റിംഗ് സീറ്റാണ്, അത് UDF തന്നെ നിലനിർത്തി. 594 വോട്ടുകൾക്ക് K മുഹമ്മദ് കുഞ്ഞി അവിടെ വിജയിച്ചിരിക്കുന്നു. പങ്ങന്നൂർ കോട്ടക്കുന്ന് LDF സിറ്റിംഗ് സീറ്റ് LDF തന്നെ വിജയിച്ചിരിക്കുന്നു. സുലഫ ഷംസുദ്ദീൻ LDF സ്ഥാനാർത്ഥി, CPM സ്ഥാനാർത്ഥി സുലഫ ഷംസുദ്ദീൻ 229 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു. ന്യൂമാഹി ചാതക്കുന്നിലും UDFന്റെ സിറ്റിംഗ് സീറ്റ് UDF നിലനിർത്തിയിരിക്കുന്നു. CK മഹറൂഫ് UDF സ്ഥാനാർത്ഥി, ലീഗ് സ്ഥാനാർത്ഥി CK മഹറൂഫ് 50 വോട്ടുകൾക്കാണ് അവിടെ വിജയിച്ചു കയറിയത്. ശ്രദ്ധേയമായ കാര്യം, ഒരു സ്ഥലത്ത് മലപ്പുറം ജില്ലയിൽ അമരമ്പലത്ത് UDF സീറ്റ് അട്ടിമറി വിജയത്തിലൂടെ LDF കൈപ്പിടിയിലാക്കുന്ന സാഹചര്യം. മറിച്ച് ഇങ്ങേത്തലക്കൽ സുൽത്താൻ ബത്തേരി നഗരസഭാ വാർഡിൽ LDFന്റെ സിറ്റിംഗ് സീറ്റ്, CPMന്റെ സീറ്റ് UDF തിരിച്ചുപിടിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. LDFും UDFും ഓരോ സീറ്റുകൾ വീതം അട്ടിമറി വിജയം നേടി. മറ്റെല്ലാ സിറ്റിംഗ് സീറ്റുകൾ വിജയിച്ച സാഹചര്യമാണുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം, BJPക്ക് NDAക്ക് ഈ സ്ഥലങ്ങളിൽ ഒന്നും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ്. വലിയ പ്രചരണം ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ LDF സർക്കാരിനെതിരെ CPMനെതിരെയുമൊക്കെ UDFും NDAയും സമാനമായ രീതിയിൽ NDAയും വലിയ പ്രചരണം BJP നേതാക്കന്മാരെല്ലാം ഇവിടെ നടത്തിയിരുന്നു. പൊതുവായും പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായും അത്തരം പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിപ്പിക്കാൻ, വോട്ടിംഗിൽ പ്രതിഫലിപ്പിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. പക്ഷേ LDFും UDFും ഇരുവരുടെയും സീറ്റ് നിലനിർത്തി 2 ഇടങ്ങളിൽ അട്ടിമറി വിജയം നേടിയിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ശരി ഷഹീദ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 2 മാസക്കാലമായി കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന വിഷയമാണ് ശബരിമല. ആ വിധിയും അതേ തുടർന്നുള്ള സാഹചര്യവും
ഒരുപാട് നിലകളിൽ വാദപ്രതിവാദങ്ങളും പ്രചാരണങ്ങളും കളവായ വിവരങ്ങളും എല്ലാം പ്രചരിച്ച ഒരു സമൂഹമായി കേരളം മാറുമ്പോൾ ആ 2 മാസത്തെ പ്രചാരണത്തിനൊടുവിൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ ഒരു വിഭാഗം ജനങ്ങൾക്ക് കിട്ടിയ ഒരവസരം അവരെങ്ങനെ വിനിയോഗിച്ചു എന്നതാണ് അതിൻ്റെ രാഷ്ട്രീയമായ പരിശോധനയ്ക്കുള്ള ഒരു വലിയ സാധ്യതയായി ഈ ഉപതെരഞ്ഞെടുപ്പിനെ മാറ്റിയത്. അവിടെയാണ് 39-ൽ 22 സീറ്റിൽ ഏറെ വിമർശനം, ഏറെ പഴികേട്ട സർക്കാർ, ആ സർക്കാരിനെ പ്രതിനിധാനം ചെയ്യുന്ന ഇടതുമുന്നണി 22 സീറ്റുകളുമായി 39-ൽ 22 എന്ന നിലയിൽ മികച്ച മുന്നേറ്റവുമായി തന്നെ നിൽക്കുന്നു. കഴിഞ്ഞ തവണ ഈ 39-ൽ 21 ഇടത്തായിരുന്നു LDF എങ്കിൽ ഇത്തവണ 22ലേക്ക് അവർക്ക് ഒരു സീറ്റ് അധികമായി വർദ്ധിപ്പിച്ച് ആ സ്വാധീനം, ആ ആധിപത്യം നിലനിർത്താനായിട്ടുണ്ട്. പുതിയ സാഹചര്യത്തിൽ ഉയർത്തിയ പ്രശ്നങ്ങളെ വോട്ടാക്കി മാറ്റി വിജയമാക്കി മാറ്റാൻ UDFന് കഴിഞ്ഞിട്ടില്ല. BJPക്ക് വലിയ പരാജയവും ദയനീയമായ തിരിച്ചടിയും സമ്മാനിച്ചിരിക്കുന്നു. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും, ഏറെക്കുറെ എല്ലാ ജില്ലകളെയും ബന്ധപ്പെടുത്തുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു ഈ 39 സീറ്റുകളെന്ന് പറയുമ്പോൾ. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ നിർണായകമായ ജില്ലകളിലൂടെ ഉണ്ട്. അതുപോലെ തന്നെ തെക്കൻ കേരളത്തിൽ കൊല്ലത്തും, അതുപോലെ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും, എറണാകുളത്ത് 5ഇടത്തും, തൃശ്ശൂരും മലപ്പുറം അടക്കം ഒരുപാട് പ്രദേശങ്ങളിലാണ്, ഒരുപാട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിലാണ് ഈ 39 സീറ്റുകൾ, വാർഡുകൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കേരളമാകെ ഒരുപോലെ ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നത് പരിശോധിക്കാൻ കഴിയുന്ന ഒരു പരിശോധനാ സാധ്യത കൂടിയായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പ് എന്നത്. ഇപ്പോൾ കാർത്തിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. കാർത്തിക്, ഈ വിവരങ്ങളെല്ലാം പൂർണ്ണമായോ? ആ വിവരങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ പൊതു വിലയിരുത്തൽ സാധ്യമാവുക LDF, UDF, BJP എന്ന മട്ടിൽ? സംസ്ഥാനത്തെ 14 ജില്ലകളിലെയും വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. 139 പേരാണ് ജനവിധി തേടിയത്. ഈ 14 ജില്ലകളിലായി നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 79% പോളിംഗിൽ രേഖപ്പെടുത്തിയിരുന്നു. ശബരിമല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഘട്ടത്തിൽ ഇത്തരം ഉപതെരഞ്ഞെടുപ്പ് ഫലം നിർണായകമാകുന്നത്. കാരണം പ്രചരണത്തിലുടനീളം പ്രാദേശിക വിഷയങ്ങളെക്കാൾ ഉപരി ചർച്ച ചെയ്യപ്പെട്ടതും ശബരിമലയിലെ വിവാദങ്ങളായിരുന്നു. LDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടതുമുന്നണിക്ക് മേൽക്കൈയുണ്ടായിരുന്നു. ആ മേൽക്കൈ ഈ തെരഞ്ഞെടുപ്പിലും നിലനിർത്താനാകുമോ എന്നതായിരുന്നു രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയത്. അത് നിലനിർത്താനായി എന്നത് LDFന് വലിയ ആശ്വാസമാണ്. ശബരിമല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഒരു തലത്തിൽ നോക്കിയാൽ ഒരു അഗ്നിപരീക്ഷയായിരുന്നു LDFന്. സിറ്റിംഗ് വാർഡുകളിൽ നഷ്ടമുണ്ടായാൽ ശബരിമല നിലപാടിനുള്ള തിരിച്ചടിയാണ് എന്നൊരു പ്രചരണം വ്യാപകമായി സർക്കാരിന് നേരിടേണ്ടി വരുമായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള പ്രതിസന്ധികളൊന്നും തന്നെ ഇനിയില്ല. കാരണം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയതിനേക്കാൾ നില മെച്ചപ്പെടുത്താൻ സാധിച്ചു. അതോടൊപ്പം തന്നെ നിലവിലെ കക്ഷിനില, നേരത്തെ ഉണ്ടായിരുന്ന കക്ഷിനില ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ അധികം സീറ്റ് LDFന് നേടാൻ കഴിഞ്ഞു എന്നത് കേവലം ആശ്വാസത്തിനപ്പുറം ആത്മവിശ്വാസം കൂടി നൽകുന്നതാണ് എന്നതാണ് ശ്രദ്ധേയം. ശബരിമല സമരങ്ങളുടെ ഗുണഭോക്താവ് ആര് എന്ന ചർച്ചയും ഈ ഘട്ടത്തിലെല്ലാം തന്നെ സജീവമായിരുന്നു. അത് വലിയ തോതിൽ പലതരത്തിലുള്ള ചർച്ചകൾക്കും വഴിവെക്കുകയും ചെയ്തിരുന്നു. BJP അടക്കം സജീവമായി പ്രചരണ രംഗത്ത് ഉണ്ടായിരുന്നു. നാമജപ ഘോഷയാത്ര അടക്കമുള്ള കാര്യങ്ങൾ ഊന്നിക്കാട്ടിയുള്ള പ്രചരണങ്ങൾ പ്രാദേശിക വിഷയങ്ങളെക്കാൾ ഉപരി ഓരോ വാർഡിലും ചർച്ച ചെയ്യപ്പെട്ടു എന്നതാണ് ശ്രദ്ധേയം. പക്ഷെ അപ്പോഴും ഇത്തരത്തിൽ വലിയ തിരിച്ചടികളോ പരിക്കുകളോ ഇല്ലാതെ LDFന് വ്യക്തമായ മുൻതൂക്കം നേടാനായത് വലിയ നേട്ടമാണ്. ശബരിമല സമരങ്ങളുടെ ഒരു ഗുണം ഉണ്ടാക്കിയെടുക്കാൻ, അതിന്റെ രാഷ്ട്രീയ ഗുണം ഉണ്ടാക്കിയെടുക്കാൻ BJPക്ക് കഴിഞ്ഞില്ല എന്നത് ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ UDFനും കാര്യമായി നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ വസ്തുത. കാരണം കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഏറെക്കുറെ 15 സീറ്റായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അത് 13ലേക്ക് അടുക്കുന്നു. അത്തരത്തിൽ 2 സീറ്റുകളുടെ നഷ്ടം, വലിയ ഏറ്റക്കുറച്ചിലുകളില്ലാതെ UDFനും ഈ വിധി ആശ്വസിക്കാം. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്. കാരണം 2 സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താൻ UDFന് കഴിഞ്ഞു. LDFനാകട്ടെ UDFിൽ നിന്ന് ഒരു സീറ്റ് പിടിച്ചെടുക്കാനും കഴിഞ്ഞു. ശബരിമല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരം ഒരു വിധി നിർണായകമാകുന്നതും. സ്വാഭാവികമായും ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം LDFന് ഏറെ ആശ്വാസകരവും ആണ്. കേരളത്തിലെ 14 ജില്ലകളിലുമായി ഏതാണ്ട് 14 ജില്ലകളിലുമുള്ള 39
തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് ഇപ്പോൾ പൂർണ്ണമായി പുറത്തു വന്നിരിക്കുന്നത്. 22 സീറ്റുകളിൽ 39-ൽ 22 സീറ്റുകളിൽ വാർഡുകളിൽ ഇടതുമുന്നണി വിജയിച്ചു. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഒരു സീറ്റ് അധികമായി നേടി. കഴിഞ്ഞ തവണ UDF 39-ൽ 15 ഇപ്പോൾ അത് 13 ചുരുങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് ശബരിമല വിധിക്ക് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം ഈ സർക്കാരിന് വലിയ തിരിച്ചടിയാണ്. ജനവികാരം സർക്കാരിനെതിരാണ് എന്നൊരു രാഷ്ട്രീയ വാദം ഉന്നയിക്കാൻ കഴിയാത്ത നിലയിൽ BJPയും UDFും എത്തപ്പെട്ടിട്ടുണ്ട്. ഇടതുമുന്നണിക്കാണെങ്കിൽ ആത്മവിശ്വാസത്തോടെ രാഷ്ട്രീയ പ്രതിയോഗികളോട് അവരുടെ ഈ രാഷ്ട്രീയവൽക്കരണത്തിനെതിരായ ഒരു വിലയിരുത്തലാണ്, ജനവിധിയാണ് വന്നത് എന്ന നിലപാട് സ്വീകരിക്കാനാവും. ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ജനവിധി യഥാർത്ഥത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചയ്ക്ക് ഇടവരുത്തുന്നതാണ്. 14 ജില്ലകളിലും ഉൾപ്പെട്ട പ്രദേശങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ 2 മാസമായി കേരളം ചർച്ച ചെയ്ത ശബരിമല തന്നെയായിരുന്നു ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയം എന്ന് എല്ലാ മേഖലകളിൽ നിന്ന് വരുന്ന വിവരങ്ങൾ, ഞങ്ങളുടെ പ്രതിനിധികൾ തന്ന റിപ്പോർട്ടുകളിൽ അത് വളരെ പ്രകടമാണ്, സ്വാഭാവികവുമാണ്. ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒരു പ്രശ്നം വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രശ്നം തന്നെ. പക്ഷേ ആ വിശ്വാസ പ്രശ്നത്തെ അങ്ങനെ തന്നെ നിലനിർത്തുകയും അതൊരു രാഷ്ട്രീയ പ്രശ്നമായി വോട്ടിൽ പ്രതിഫലിപ്പിക്കാത്ത വിധമുള്ള ഒരു രാഷ്ട്രീയ ബോധ്യവും വോട്ടർമാർ കാഴ്ചവെച്ചിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. ഇടതുമുന്നണിക്ക് വലിയ നേട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. അതുപോലെ തന്നെ നിരാശ പകരുന്നതാണ് UDFനും, വലിയ തിരിച്ചടിയാണ് BJPക്കും ഈ ഫലം. ഞങ്ങളുടെ പ്രതിനിധികളാണ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നത്. ഡാനി പോൾ ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. ഡാനി, നേരത്തെ തന്ന വിവരങ്ങളിൽ ഇപ്പോൾ എറണാകുളം ജില്ല ആകെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് 5 കഴിഞ്ഞ തവണ 2 LDF, 3 UDFന് നല്ല സ്വാധീനമുള്ള പ്രദേശം. ഇപ്പോൾ പത്തനംതിട്ട ഉദാഹരണത്തിനെടുത്താൽ പത്തനംതിട്ട CPMന് വലിയ നഷ്ടമാണ് വരുത്തിയത്. 2 മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ആ 2 സിറ്റിംഗ് സീറ്റുകൾ CPMന് നഷ്ടപ്പെട്ടു. ഏറ്റവും ശക്തമായ പ്രതിഷേധം അരങ്ങേറിയ ഒരു പ്രദേശത്തുണ്ടാകുന്ന തിരിച്ചടിയായി കൂടി ആ വിഷയത്തെ കാണാം. പത്തനംതിട്ട ആ വിധത്തിൽ CPMന് നഷ്ടമാണ്. പക്ഷേ പൂർണ്ണ വിജയവും വലിയ തിളക്കമാർന്ന നേട്ടവുമാണോ ഇടതുമുന്നണിയെ സംബന്ധിച്ച് എറണാകുളം? ശരത്ത്, ഉപതെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ആ രീതിയിൽ തന്നെ പരാമർശിക്കപ്പെടേണ്ടി വരും. കാരണം നിലവിൽ ഇത് 2 സീറ്റുകൾ മാത്രമായിരുന്നു LDF ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും 3 സീറ്റുകൾ UDFന്റെ കൈവശം ഇരുന്നത് പറവൂർ മേഖലയിലാണ്. കാലങ്ങളായി UDFന്റെ ഒരു കുത്തക എന്ന് അവകാശപ്പെടുന്ന ഒരു നിയോജക മണ്ഡലം, അതുൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, ഇവിടെയെല്ലാം തന്നെയാണ് പറവൂർ മേഖലയിൽ പ്രധാനം ചെയ്യുന്ന 3 ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതോടൊപ്പം തന്നെ വായ്പിലേക്ക് വരുമ്പോൾ എളങ്കുന്നപ്പുഴയിൽ LDFന് ഒന്നാകെ പ്രതിരോധത്തിലാഴ്ത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ആത്മഹത്യാക്കുറിപ്പ് അടക്കം ഉള്ള കാര്യങ്ങൾ. ഇത്തരം ഒരു സാഹചര്യത്തിൽ അതോടൊപ്പം നിലവിലുള്ള ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ എറണാകുളം ജില്ലയിലും പരിസരത്തും തന്നെ ശക്തമായിരുന്നു. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് നടന്ന തൃപ്പൂണിത്തുറ മേഖല കേന്ദ്രീകരിച്ച് വളരെ ശക്തമായ രീതിയിൽ തന്നെ നാമജപ ഘോഷയാത്ര അടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ നടന്ന ഇടം. ഇങ്ങനെയൊരു പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്, തികച്ചും പ്രതിരോധമായ ഒരു സാഹചര്യത്തിൽ തന്നെയായിരുന്നു LDF ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടത് വാർഡുകളിലേക്ക് നടന്നത്. പ്രത്യേകിച്ചും പ്രാദേശിക വിഷയങ്ങളാണ് കൂടുതലായും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും നിലവിലെ ഒരു സാഹചര്യത്തിലെല്ലാം തന്നെയും മറ്റു പല വിഷയങ്ങളെല്ലാം തന്നെയും ചർച്ചയായിരുന്നു. ഈ ഒരു അവസ്ഥയിലാണ് LDF 5 സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ട് വളരെ ശക്തമായ ഒരു മേധാവിത്വം തെളിയിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായത് തൃപ്പൂണിത്തുറയിലാണ്. തൃപ്പൂണിത്തുറ നഗരസഭയിൽ നിന്നാണ് UDFിൽ നിന്ന് ഈ സീറ്റ് LDF പിടിച്ചെടുത്തത്. അതോടൊപ്പം തന്നെ ഏറ്റവും ശക്തമായ എറണാകുളം ജില്ലയിലെ തന്നെ നിലവിൽ ഇന്ന് പറയാവുന്ന ഏറ്റവും ശക്തമായ മേഖല പറവൂർ മേഖലയാണ്. പറവൂരിലെ വടക്കേക്കര, മടപ്ലാത്തുരത്ത് ഇവിടെ UDFന്റെ കുത്തക സീറ്റ്, ആ മേഖലകൾ തന്നെ ഇവിടുന്ന് LDFന് വിജയം നേടാൻ കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ കോട്ടുപള്ളി, ചെറിയപ്പള്ളി ഭാഗങ്ങളിലെ ചെറിയപ്പള്ളി വാർഡിൽ നടന്ന വിജയം, ഇവിടെയും LDFന് വിജയം നേടാൻ കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ LDFന് ആധിപത്യം ഉണ്ടായിരുന്ന പറവൂരിലെ വാവക്കാട് ബ്ലോക്കിലേക്ക് ഇവിടെ LDF സീറ്റ് നിലനിർത്തുകയും ചെയ്തിരിക്കുന്നു. അതോടൊപ്പം എളങ്കുന്നപ്പുഴയിൽ ശക്തമായ കോൺഗ്രസിന്റെ അടക്കമുള്ള പ്രചാരങ്ങൾ അതിജീവിച്ചുകൊണ്ട് LDFന് ഇവിടെയും വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ LDFന് പൊതുവെയും ആത്മവിശ്വാസം പകരുന്ന ഒരു വിജയം തന്നെയാണ് LDFന് ജില്ലയിൽ നേടാനായിട്ടുള്ളത്. ഈ 5 സീറ്റുകളിലടക്കം LDFന് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ മുന്നേറുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇത്തരം ഒരു സാഹചര്യത്തിൽ നേരിടുന്നത് വളരെ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ LDFന് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് 5 സീറ്റുകളിലെയും വളരെ തിളക്കമാർന്ന രീതിയിൽ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു. LDFന് ആ രീതിയിൽ തന്നെ ഒരു വിജയം നേടിയെടുക്കാൻ എറണാകുളം ജില്ലയിൽ പൊതുവെയും കഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിൽ ഡാനിയാണ് വിവരങ്ങൾ നൽകിയത്. ഡാനി സൂചിപ്പിച്ച പോലെ തന്നെ
കേരളത്തിൻ്റെ ശബരിമല വിധിക്ക് ശേഷമുള്ള സവിശേഷമായ സാഹചര്യം, അതിനുശേഷം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ്, അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും രാഷ്ട്രീയ പ്രാധാന്യം വരുന്നതും. ആ ഉപതെരഞ്ഞെടുപ്പിലാണ് 39 വാർഡുകളിൽ 22 LDF വിജയിക്കുന്നത്. UDF 13 വാർഡുകളിൽ മാത്രം വിജയിച്ചു. BJPക്കും നേട്ടമുണ്ട്. ഒരു സീറ്റുണ്ടായിരുന്നത് 2 സീറ്റാക്കി BJPക്ക് നേടാൻ കഴിഞ്ഞു. SDPAയ്ക്കും എടുത്തു പറയേണ്ട നേട്ടമുണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ സാഹചര്യം, ശബരിമല വിധിക്ക് ശേഷം ഉണ്ടായ വലിയ പ്രക്ഷോഭങ്ങൾ, പ്രതിഷേധങ്ങൾ, ധ്രുവീകരണങ്ങൾ, അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം. ചർച്ച ചെയ്യാവുന്നത് ആ നാട്ടിലെ ജനകീയ വികസന പ്രശ്നങ്ങളാണ് എങ്കിലും അതിനപ്പുറമുള്ള ധ്രുവീകരണങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് എന്ന അർത്ഥത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രാധാന്യം ഏറുന്നതും. ആ തെരഞ്ഞെടുപ്പിലാണ് ഒരു സീറ്റ് അധികം നേടിക്കൊണ്ട് ഇടതുമുന്നണി 22 സീറ്റാവുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കരുത്ത് തെളിയിച്ച LDF 39 വാർഡുകളിൽ 22 LDF വിജയിച്ചു. UDFന് 13 വാർഡുകളിൽ മാത്രമാണ് ജയിക്കാനായത്. ഒരു സീറ്റ് അധികം നേടി BJPയും 2 സീറ്റുകൾ പിടിച്ചെടുത്തു. SDPAയും നേട്ടമുണ്ടാക്കി. നേരത്തെ LDFന് 21 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. അത് ഇപ്പോൾ 22 സീറ്റായി. എറണാകുളത്തും തൃശ്ശൂരിലും ഉപതെരഞ്ഞെടുപ്പ് നടന്ന മുഴുവൻ വാർഡും LDF വിജയിച്ചു. തൃശ്ശൂർ പറപ്പുക്കരയിൽ BJP വാർഡ് LDF പിടിച്ചെടുത്തു. തകഴി പഞ്ചായത്തിലെ 2 വാർഡുകൾ UDFിൽ നിന്ന് BJP പിടിച്ചെടുത്തു. പന്തളം നഗരസഭയിൽ 10ാം വാർഡിൽ SDPA സ്ഥാനാർത്ഥി 9 വോട്ടിന് വിജയിച്ചു. CPMന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു ഇത് വളരെ പ്രധാനമാണ്. പന്തളം ഈ പ്രക്ഷോഭങ്ങളിൽ, ഈ വിവാദങ്ങളിൽ ഏറ്റവും സവിശേഷമായ കേന്ദ്രമായിരുന്ന പന്തളം, അവിടെ SDPA ആണ് വിജയിച്ചിരിക്കുന്നത്. അതും CPMന്റെ സിറ്റിംഗ് സീറ്റാണ് SDPA അവിടെ പിടിച്ചെടുത്തിരിക്കുന്നത്. അത് വളരെ സവിശേഷമായി തന്നെ പറയേണ്ടിയും വരുന്നു ഈ മണിക്കൂറുകളിൽ. പുന്നപ്ര പവർ ഹൗസ് വാർഡിലും SDPക്കാണ് വിജയം. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ഷഹീദ്, കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ, തിരുവനന്തപുരത്ത് നിന്ന് VR കാർത്തിക് എന്നിവരാണ് ചേരുന്നത്. ശ്യാമും ചേരുന്നു. ആദ്യം കാർത്തികിലേക്ക്. കാർത്തിക്, ഏതായാലും തെരഞ്ഞെടുപ്പിന്റെ ചിത്രം വ്യക്തമാക്കി കഴിഞ്ഞു. ഒരു സീറ്റ് അധികം നേടിക്കൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി ഇടതുമുന്നണി. നേരത്തെ ഉണ്ടായിരുന്ന ഒരു സീറ്റിൽ നിന്നും ഒരു സീറ്റ് അധികം നേടിക്കൊണ്ട് BJPയും സാന്നിധ്യം അറിയിക്കുന്നു. SDPAയും നിർണായകമാണ്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഇപ്പോൾ നൽകുന്ന ചിത്രം? നിലവിൽ പുറത്തു വന്ന ഫലങ്ങൾ അനുസരിച്ച് LDFന് വ്യക്തമായ മേൽക്കൈ ഈ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നതാണ് ശ്രദ്ധേയം. ശബരിമല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ്. ഈ പ്രചരണ ഘട്ടങ്ങളിലുടനീളം പ്രാദേശിക വിഷയങ്ങളെക്കാൾ ഉപരി ശബരിമല വിവാദം സജീവമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ LDFന് വലിയ ആശ്വാസം ആണ് നൽകുന്നത്. കാരണം നേരത്തെ ഉണ്ട് 39 വാർഡുകളിൽ 21 LDFന്. അതിൽ ഒരു സീറ്റ് വർദ്ധിപ്പിച്ച് 22 സീറ്റാക്കാൻ LDFന് കഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം. UDFന് 15 സീറ്റായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അത് 13ലേക്ക് പോയി. വലിയ ഏറ്റക്കുറച്ചിലുകൾ ഇല്ല എന്ന് UDFനും ആശ്വസിപ്പിക്കാം. BJPക്ക് നേരത്തെ ഒരു സീറ്റ് ഉണ്ടായിരുന്നത് ഇത്തവണ 2 സീറ്റായി എന്നത് മാത്രമാണ് BJPക്ക് ഒരു നേട്ടമായി അവകാശപ്പെടാൻ ഉള്ളത്. LDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഇടതുമുന്നണിക്ക് വ്യക്തമായ മേൽക്കൈ ഉണ്ടായിരുന്നു. ആ മേൽക്കൈ ഇത്തവണത്തെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിയുമോ എന്നതായിരുന്നു ഏറെ ശ്രദ്ധേയമായ ചോദ്യവും. ശബരിമല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിന് വലിയൊരു പരീക്ഷണ കൂടിയായിരുന്നു. ഇത്തരത്തിൽ നിലവിൽ ഉണ്ടായിരുന്ന സീറ്റുകൾ നഷ്ടപ്പെട്ടാൽ അത് ശബരിമല സമരങ്ങളുടെ ഗുണഭോക്തായി BJPയെ വളർത്തിയെന്നും അതോടൊപ്പം തന്നെ ഈ സമരങ്ങൾ ഇത്തരത്തിൽ ഒരു പ്രതിഷേധങ്ങൾക്ക് ഇട നൽകിയ അനാവശ്യ തിടക്കം അടക്കമുള്ള വിവാദങ്ങളിൽ സർക്കാരിന് പഴിയും കേൾക്കേണ്ടി വരുമായിരുന്നു. പക്ഷെ അത്തരത്തിൽ ഒന്നും തന്നെ LDFന് അത്തരത്തിൽ ഉള്ള ആശങ്കകൾക്കൊന്നും തന്നെ ഇനി അടിസ്ഥാനമില്ല. കാരണം കേവലം ആശ്വാസത്തിനപ്പുറത്ത് ഒരു ആത്മവിശ്വാസം LDFന് നൽകുന്നതാണ് നിലവിലെ സാഹചര്യം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരുവനന്തപുരം ജില്ലയിൽ 3 തദ്ദേശ വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കിണവൂർ വാർഡ്. ഈ കിണവൂർ വാർഡിൽ 733 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി UDF സ്ഥാനാർത്ഥി ഷീല ഈ സീറ്റ് നിലനിർത്തി. നേരത്തെയും ശക്തമായ ഇടതു തരംഗം സംസ്ഥാനത്ത് ഉണ്ടായിരുന്നപ്പോഴും അതോടൊപ്പം തന്നെ BJP തിരുവനന്തപുരം ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മേൽക്കൈ ഉണ്ടാക്കിയ ഘട്ടത്തിലും ഈ സീറ്റ് UDFന് തന്നെയായിരുന്നു. ആ സീറ്റ് നിലനിർത്താനായി എന്നത് UDFന് ഏറെ ആശ്വാസകരവുമാണ്. അതോടൊപ്പം തന്നെയാണ് മറ്റ് 2 സീറ്റുകൾ. UDFന് തിരുവനന്തപുരം അതിയന്നൂർ നെല്ലിമൂട് സീറ്റ് നഷ്ടമായി. അതിയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ നെല്ലിമൂട്
വാർഡ് നഷ്ടമായി. നേരത്തെ ഇത് UDF-ന്റെ സീറ്റായിരുന്നു, ഇത് LDF പിടിച്ചെടുത്തു. പക്ഷേ അപ്പോഴും ബാലരാമപുരം പാലച്ചിക്കോണം UDF-ന് നിലനിർത്താനായി. ഇത്തരത്തിൽ ജില്ലയിൽ, തിരുവനന്തപുരം ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 സ്ഥലങ്ങൾ നോക്കുമ്പോൾ UDF-നും LDF-നും കാര്യമായ പരിക്കുകൾ ഇല്ല. UDF-ന് സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താനായി, LDF-നാകട്ടെ ഒരു സീറ്റ് UDF-ൽ നിന്ന് പിടിച്ചെടുക്കാനും കഴിഞ്ഞു. പക്ഷേ BJP-ക്ക് വ്യക്തമായ നേട്ടം ശബരിമല വിഷയങ്ങളിൽ അടക്കം ശക്തമായ പ്രചരണം നടത്തിയിട്ടും അത് വോട്ടാക്കി മാറ്റാൻ സാധിക്കില്ല എന്നതാണ് ശ്രദ്ധേയം. ഈ കിണവൂർ വാർഡിലടക്കം കഴിഞ്ഞ തവണ 700-ൽ താഴെ വോട്ടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് 1120 വോട്ടിലേക്ക് ഇത്തവണ ഉയർത്താനായി. അങ്ങനെ 500-ൽ താഴെ വോട്ടുകളുടെ ഒരു വ്യത്യാസം 3 വാർഡുകളിലും നേടിയെടുക്കാൻ സാധിച്ചു. പക്ഷേ വിജയ ഫോർമുലയായി അതിനെ മാറ്റിയെടുക്കാൻ BJP-ക്ക് കഴിഞ്ഞില്ല എന്നതാണ് ശ്രദ്ധേയം. കാർത്തിക് തുടരുക. ഇപ്പോൾ സ്വാഭാവികമായും കാർത്തിക് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പ്രധാനം ഈ താഴെത്തട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ ഗ്രാമങ്ങളിലെ, ആ നഗരങ്ങളിലെ പ്രാദേശിക വിഷയങ്ങൾ, അവിടുത്തെ വ്യക്തിബന്ധങ്ങൾ തന്നെയാണ് പ്രധാനമായും ചർച്ചയായിരുന്നത് ഇത്രയും കാലം. പക്ഷേ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ അതിൽ നിന്നും വ്യത്യസ്തമായി ശബരിമല വിഷയവും അതുണ്ടാക്കിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും അതുണ്ടാക്കിയ അവസരങ്ങളും അതുണ്ടാക്കിയ ധ്രുവീകരണവും ഒക്കെ വളരെ വിദഗ്ധമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്, വളരെ സൂക്ഷ്മമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്, വിശദമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ ചർച്ചകളുടെ റിസൾട്ട് എന്ന രീതിയിൽ കൂടിയാണ് നമ്മൾ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ജനങ്ങൾ എങ്ങനെയാണ് ആ രാഷ്ട്രീയത്തെ വിലയിരുത്തിയത്, മനസ്സിലാക്കിയത്, ആ രാഷ്ട്രീയത്തെ ഉൾക്കൊണ്ടത് എന്നുകൂടി നമ്മൾ അതിന്റെ പ്രതിഫലനമായിട്ട് കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ 39 വാർഡുകളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് ഇത്ര രാഷ്ട്രീയ പ്രാധാന്യം വരുന്നത്. എറണാകുളമാണ് അതിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി എടുത്തു പറയേണ്ടത്. എറണാകുളത്ത് ശക്തമായ മേൽക്കൈ, വ്യക്തമായ മേൽക്കൈ ഇടതുമുന്നണിക്ക് ഉണ്ടാക്കി കൊടുത്തത് എറണാകുളം കൂടിയാണ്. ഡാനി, കൃത്യമായി ഓരോ വാർഡുകൾ അവിടെ ഉള്ള നേട്ടങ്ങൾ. ഡാനിയുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ അവ്യക്തതയുണ്ട്. എറണാകുളത്തിനെ കുറിച്ച്, എറണാകുളത്തിന്റെ റിസൾട്ടിൽ വളരെ വ്യക്തമായി നമ്മൾ കടക്കുകയാണെങ്കിൽ തൃപ്പൂണിത്തറ UDF-ൽ നിന്നും LDF പിടിച്ചെടുക്കുന്നു. വടക്കേക്കര UDF-ൽ നിന്നും LDF പിടിച്ചെടുക്കുന്നു. കോട്ടുപള്ളിയിലും ഇടതുമുന്നണിക്കാണ് വിജയം. അഞ്ചിടങ്ങളിലാണ് എറണാകുളത്ത് കൃത്യമായി ഇടതുമുന്നണി വിജയം നേടിയിട്ടുള്ളത്. പ്രാദേശിക വിഷയങ്ങൾ സ്വാഭാവികമായും ചർച്ചയാവുന്നു. പക്ഷേ അതിനപ്പുറം ഈ പ്രാവശ്യമുണ്ടായ രാഷ്ട്രീയ ധ്രുവീകരണം, ആ ധ്രുവീകരണത്തിൽ ഒടുവിൽ റിസൾട്ട് വരുമ്പോൾ ജനം വോട്ട് ചെയ്തത് എങ്ങനെ എന്ന് വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ 22-ൽ നിന്നും ഒരു സീറ്റ് കൂടി 21-ൽ നിന്നും ഒരു സീറ്റ് കൂടി ഇടതുമുന്നണി 22 സീറ്റ് ഉറപ്പിക്കുന്നു. 13 സീറ്റാണ് UDF-ന്, 2 സീറ്റ് അവർക്ക് നഷ്ടമാണ്. BJP-ക്ക് 2 സീറ്റാണ്, 1 സീറ്റിന്റെ നേട്ടമാണ്. SDPI-യാണ് പിന്നെ എടുത്തു പറയേണ്ടത്, അതും പന്തളം പോലുള്ള സ്ഥലങ്ങളിൽ SDPI-ക്ക് 2 സീറ്റിന്റെ നേട്ടമാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഏറെ ചർച്ച ചെയ്യപ്പെട്ട ശബരിമല വിധിക്ക് ശേഷമുള്ള ഈ ജനവിധിയിൽ കാര്യമായ കോട്ടം ഇടതുമുന്നണിക്ക് ഉണ്ടായില്ല എന്ന് മാത്രമല്ല 1 സീറ്റ് അധികം നേടാനും കഴിഞ്ഞു. നഷ്ടം ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് UDF-ന് മാത്രമാണ്, 2 സീറ്റിന് കുറവ്. കോഴിക്കോട് നിന്ന് ഷഹീദാണ് ഈ ഘട്ടത്തിൽ നമ്മളോട് കൂടെ ചേരുന്നത്. ഷഹീദ്, ആ മേഖലയിലെ തെരഞ്ഞെടുപ്പുകൾ, ഓരോ വാർഡും തിരിച്ച് അവിടുത്തെ മാറ്റങ്ങൾ വ്യക്തമായി. ഷഹീദ്. ഗോപി, വടക്കൻ കേരളത്തിൽ എടുത്തു പറയേണ്ടത് 2 സീറ്റുകൾ LDF-ഉം UDF-ഉം പരസ്പരം അട്ടിമറി വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലപ്പുറം ജില്ലയിലെ അമരമ്പലത്ത് UDF-ന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു അനിത രാജു ആയിരുന്നു. ഇവിടെ LDF അട്ടിമറി വിജയം നേടിയിരിക്കുന്നു. അനിത രാജു കോൺഗ്രസിൽ രാജിവെച്ച് CPM-ൽ ചേർന്ന് മത്സരിച്ചു. 146 വോട്ടുകൾക്ക് അനിത രാജു CPM സ്ഥാനാർത്ഥിയായി, LDF സ്ഥാനാർത്ഥിയായി വിജയിച്ചിരിക്കുന്നു. ഇങ്ങനെ UDF-ന്റെ കയ്യിൽ നിന്നും ആ സീറ്റ് പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ജില്ലയിൽ തന്നെ മലപ്പുറത്ത് തന്നെയുള്ള കൊണ്ടോട്ടിയിൽ UDF മറ്റ് സീറ്റുകളെല്ലാം സിറ്റിംഗ് സീറ്റുകൾ അതത് മുന്നണികൾ നിലനിർത്തി. UDF കൊണ്ടോട്ടിയിൽ വാർഡ് UDF ലീഗ് സിറ്റിംഗ് സീറ്റ് ഫൈസൽ കായോളി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി തന്നെ വിജയിച്ചു കയറി. ഒപ്പം തന്നെ വളാഞ്ചേരി 28-ാം ഡിവിഷനും ശ്രദ്ധേയമായിരുന്നു. ലീഗിലെ ഷാഹിന രാജിവെച്ച ഉൾപാർട്ടി തർക്കം കാരണം രാജിവെച്ചതിനെ തുടർന്നാണ് അവിടെ ചെയർപേഴ്സൺ കൂടിയായിരുന്നു ഷാഹിന. തുടർന്നാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് വന്നത്. ഇവിടെ മുസ്ലിം ലീഗിലെ തന്നെ ഫാത്തിമ നസി 55 വോട്ടുകൾക്ക് ജയിച്ചു കയറി. വട്ടംകുളം പഞ്ചായത്തിൽ മേൽമുറിയിൽ LDF സിറ്റിംഗ് സീറ്റായിരുന്നു, അത് LDF തന്നെ നിലനിർത്തി. CPM-ലെ KV കുമാരൻ 66 വോട്ടുകൾക്ക് ജയിച്ചു കയറുന്ന സാഹചര്യമുണ്ടായി. കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ കണ്ണൂരിൽ അറക്കൽ താഴെയിൽ UDF സിറ്റിംഗ് സീറ്റായിരുന്നു, അത് UDF തന്നെ വിജയിച്ചു. 594 വോട്ടുകൾക്ക് K മുഹമ്മദ് കുഞ്ഞി വിജയിച്ചു. പന്ന്യന്നൂർ പഞ്ചായത്തിലെ കോട്ടക്കുന്ന് വാർഡിൽ LDF-ന്റെ സീറ്റ് LDF തന്നെ നിലനിർത്തി. സുലഫ ഷംസുദ്ദീൻ 229 വോട്ടുകൾക്ക് അവിടെ വിജയിച്ചു. ന്യൂമാഹി ചാവേക്കുന്നിൽ
UDF സിറ്റിംഗ് സീറ്റാണ്. UDF അവിടെ സീറ്റ് നിലനിർത്തി. UDF ലീഗിലെ CK മെഹ്റൂഫ് 50 വോട്ടുകൾക്കാണ് വിജയിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായത്. കാസർഗോഡ് ജില്ലയിൽ 2 സീറ്റുകളിൽ 2 വാർഡുകളിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഈ രണ്ടും LDF സിറ്റിംഗ് സീറ്റുകളായിരുന്നു. അത് രണ്ടും LDF തന്നെ നിലനിർത്തുന്ന സാഹചര്യമുണ്ടായി. വേഡടുക്ക പഞ്ചായത്തിലെ 5ാം വാർഡ് ഭീംപുങ്കൽ അവിടെ CPM ബിജു തായൽ 543 വോട്ടുകൾക്ക് വിജയിച്ചു കയറി. UDF കുഞ്ഞികൃഷ്ണന് 185 വോട്ടുകൾ കിട്ടി. BJP സ്ഥാനാർത്ഥിക്ക് 143 വോട്ടുകൾ ലഭിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വാർഡിൽ കഴിഞ്ഞ തവണ BJP 2ാം സ്ഥാനത്തായിരുന്നു. BJP കഴിഞ്ഞ തവണ 231 വോട്ടുകൾ ഇവിടെ നേടിയിരുന്നു. കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് 86 വോട്ടുകൾ നേടി 3ാം സ്ഥാനത്തേക്ക് പോയി. പക്ഷേ ഇവിടെ കോൺഗ്രസ് UDF സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ തവണ 86 വോട്ടുകൾ നേടിയ കോൺഗ്രസ് UDF ഇത്തവണ 185 വോട്ടുകൾ നേടാൻ കഴിഞ്ഞു. BJP 143 വോട്ടുകൾ നേടി 3ാം സ്ഥാനത്തേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തിയ BJP ഇവിടെ 3ാം സ്ഥാനത്തേക്ക് പോകുന്ന ഇത്തവണ 3ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം. ഒപ്പം തന്നെ കാസർഗോഡ് ചീമേനി 5ാം വാർഡിൽ ചെറിയാക്കരയിൽ CPM ഇന്ദിര 300 വോട്ടുകൾക്ക് വിജയിച്ചു കയറി. അവിടെ CPM തന്നെ LDF തന്നെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു. മറ്റൊന്ന് UDF നിന്നും LDF പിടിച്ചെടുത്തത് വയനാട് സുൽത്താൻ ബത്തേരി നഗരസഭയിലെ കരുവള്ളിക്കുന്ന് വാർഡാണ്. അത് വളരെ നിർണായകമാണ്. സുൽത്താൻ ബത്തേരി നഗരം ഇപ്പോൾ LDF ആണ് ഭരിക്കുന്നത്. ഭരണം തുടരുന്നതിന് ഈ സീറ്റ് നിർണായകമാണ്. ഇവിടെ ഇപ്പോൾ UDF വിജയിച്ചിരിക്കുന്നു. LDF സിറ്റിംഗ് സീറ്റ് UDF തിരിച്ചു പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒപ്പം പാലക്കാട് ജില്ലയിലെ പുതുപ്പരിയാരം കൊളോപ്പാറ LDF നിലനിർത്തി. CPM സിറ്റിംഗ് സീറ്റാണ്. അത് ഷിമൽകുമാർ CPM സ്ഥാനാർത്ഥി 614 വോട്ടുകൾക്ക് വിജയിച്ചു കയറി. കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിലെ പാലൂർ ഡിവിഷനിൽ മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇവിടെ LDF സിറ്റിംഗ് സീറ്റായിരുന്നു. LDF NCP സ്ഥാനാർത്ഥി 1212 വോട്ടുകൾക്ക് ഇവിടെ വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. വടക്കൻ കേരളത്തിൽ പൊതുവെ ഇരു മുന്നണികൾക്കും LDF UDF മുന്നണികൾക്ക് നേട്ടമോ കോട്ടമോ നമുക്ക് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം. 2 സ്ഥലങ്ങളിൽ 2 വാർഡുകൾ പരസ്പരം അട്ടിമറി വിജയം നേടുന്ന സാഹചര്യമുണ്ടായി. ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് ജില്ലയിൽ പ്രത്യേകിച്ചും BJPക്ക് വലിയ തോതിൽ സ്വാധീനമുണ്ടെന്ന് കരുതപ്പെടുന്ന ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന 2ാം സ്ഥാനം ഇപ്പോൾ BJPക്ക് നഷ്ടപ്പെട്ട് 3ാം സ്ഥാനത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ മറ്റിടങ്ങളിലെ പോലെ തന്നെ വടക്കൻ കേരളത്തിലും വലിയ തോതിൽ പൊതുവിഷയമായി പ്രചാരണം നടത്തിയിരുന്നു. UDF-ഉം NDA-യും വലിയ തോതിൽ സർക്കാർ വിരുദ്ധ പ്രചാരണത്തിനായി ഇത് ഉപയോഗിച്ചിരുന്നു. സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തും ശബരിമല പ്രചരണ വിഷയമായിരുന്നു. ഈ ഘട്ടത്തിൽ വേണം ഈ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളും LDF UDF മുന്നണികൾ തങ്ങളുടെ സീറ്റുകൾ പരസ്പരം നിലനിർത്തുന്ന ഒരു സാഹചര്യം വിലയിരുത്താൻ. ഗോപി, തീർച്ചയായും ഷൈദ്, ആ കാരണം കൊണ്ട് തന്നെയാണ് ഈ ജനവിധി അത്രമേൽ പ്രാധാന്യം അറിയിക്കുന്നതും. കേരളത്തെ ഇളക്കിമറിച്ച ഒരു രാഷ്ട്രീയ ക്യാമ്പയിൻ, കേരളത്തെ ഇറക്കിമറിച്ച പ്രക്ഷോഭ പരിപാടികൾ, ആശയ ധ്രുവീകരണങ്ങൾ, അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ്, അതിൽ ജനം എങ്ങനെ ചിന്തിച്ചു, അത് തന്നെയാണ് ഏറ്റവും നിർണായകവും. ഇപ്പോൾ നമ്മൾ മധ്യകേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഷൈദ് സൂചിപ്പിച്ച പോലെ വടക്കൻ കേരളത്തിൽ ഇരു മുന്നണികൾക്കും കാര്യമായ നഷ്ടങ്ങളില്ല. ഏറെ ശ്രദ്ധിക്കേണ്ടത് കാസർഗോഡ് മേഖലയിൽ ഷൈദ് സൂചിപ്പിച്ച പോലെ തന്നെ BJPക്ക് നേട്ടമുണ്ടായിരുന്ന ഒരിടത്ത് BJP 3ാം സ്ഥാനത്തിലേക്ക് പോയിരിക്കുന്നു എന്ന കാര്യവും ആ ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നു. ഇനി മധ്യകേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേരളത്തെ ഇളക്കിമറിച്ച ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഇളക്കിമറിച്ചുകൊണ്ടുള്ള വിവാദങ്ങളും പ്രകടനങ്ങളും നാമജപവും എല്ലാം നടന്ന മധ്യമേഖലയിലെ വിവരങ്ങളുമായി ഡാനിയാണ് ചേരുന്നത്. ഡാനി, മധ്യമേഖലയിൽ എടുത്തു പറയേണ്ട 2 കാര്യങ്ങൾ: ഒന്ന്, എറണാകുളത്തെ ഇടതുമുന്നണിയുടെ വിജയം; 2, ആലപ്പുഴയിൽ BJPക്ക് ഉണ്ടായ നേട്ടം. എങ്ങനെയാണ് മധ്യമേഖലയെ പൊതുവെ? ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശബരിമല സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വളരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികൾ തന്നെ നടന്നൊരു മേഖല തന്നെയായിരുന്നു മധ്യകേരളം. പക്ഷെ അതിന് തെരഞ്ഞെടുപ്പ് ഫലത്തിലും അതിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തടക്കം ഇത്തരം കാര്യങ്ങൾ തന്നെ പ്രതിഫലിച്ചിരുന്നു എന്നതും വളരെ വ്യക്തമായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് വരുമ്പോൾ ഇത് എറണാകുളം ജില്ലയിൽ ഇത് ഒരു തരത്തിലുമുള്ള ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന് എറണാകുളം ജില്ലയിലെ ആദ്യം എടുക്കുമ്പോൾ തന്നെ പറയേണ്ടി വരുന്നു. കാരണം 2 സിറ്റിംഗ് സീറ്റുകളായിരുന്നു LDF-ന്. 5 സീറ്റുകൾ തെരഞ്ഞെടുപ്പ് നടന്നതിൽ 2 സീറ്റുകളായിരുന്നു LDF-ന് ഉണ്ടായിരുന്നത്. 3 സീറ്റുകൾ UDF-ലായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് വരുമ്പോൾ മുഴുവൻ സീറ്റുകളിലും LDF-ന് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ മേധാവിത്വം നേടാൻ എറണാകുളം ജില്ലയിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം തൃപ്പൂണിത്തുറ നഗരസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പാണ്. മരംകുളങ്ങര വാർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ കയ്യിലായിരുന്നു ഇത്. ഇതിൽ LDF-ന് വലിയ രീതിയിൽ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയം
വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ശബരിമല സമരങ്ങളുടെ ഒരു പ്രത്യേക ഒരു വിളനിലം തന്നെയായിരുന്നു തൃപ്പൂണിത്തുറ കേന്ദ്രീകരിച്ച് പ്രക്ഷോഭ പരിപാടികൾ ഒട്ടനവധി തന്നെ നടന്നിരുന്നു. അതുകൊണ്ട് ഇവിടെ വലിയ രീതിയിൽ തന്നെ BJPക്ക് മുന്നേറാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ BJPക്ക് അവിടെ വലിയ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ മറ്റ് വാർഡുകളിലേക്ക് പോവുകയാണെങ്കിൽ വടക്കേക്കരയിലും കോട്ടുപള്ളിയിലും എല്ലാം തന്നെ പ്രധാനമായ UDFന്റെ മേഖലകളായിരുന്നു. ഇവിടെ എല്ലാം തന്നെ ആധികാരികമായ രീതിയിൽ തന്നെ LDFന് മുന്നേറാനും വിജയം നേടാനും കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് എളങ്കുന്നപ്പുഴയിലും പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിലും LDFന് വിജയം നിലനിർത്താനും കഴിഞ്ഞു. ഇതാണ് എറണാകുളം ജില്ലയിൽ പൊതുവെ LDFന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നേരത്തെ ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലേക്ക് വരുമ്പോഴാണ് ഇതിൽ സമരങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ എന്ന് വേണം തന്നെ പറയാം BJPക്ക് മുൻതൂക്കം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. BJPക്ക് ഒരു സീറ്റിലും അതോടൊപ്പം തന്നെ NDAയ്ക്കും ഒരു സീറ്റിലും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. SDPIക്ക് അവർ നിലവിലുള്ള ഒരു സീറ്റ് നിലനിർത്തുകയും ചെയ്തിരിക്കുന്നു. നേരത്തെ LDFന് അതിൽ കാര്യമായൊരു നഷ്ടമില്ല എന്ന് സൂചിപ്പിക്കേണ്ടി വരുന്നു. കാരണം ആലപ്പുഴയിൽ നേരത്തെ LDFിനുണ്ടായിരുന്ന ഒരു സീറ്റ് അതിൽ തന്നെ അവർ നിലനിർത്താൻ കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ UDFന്റെ കയ്യിൽ നിന്ന് കാര്യമായൊരു സീറ്റ് അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ആലപ്പുഴയിലേക്ക് വരുമ്പോൾ LDFനും UDFനും ഓരോ സീറ്റ് വീതവും NDAയ്ക്കും BJPക്കും SDPയ്ക്കും ഓരോ സീറ്റ് വീതവുമാണ് ആലപ്പുഴ ജില്ലയിലുള്ളത്. ഈ തകഴി, കാവാലം അവയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ച് പറയേണ്ട മേഖലകൾ. അവിടുത്തെ ആ വോട്ടിംഗ് പാറ്റേൺ കൂടി ഒന്ന് പറയാൻ പറ്റുമോ? ഓരോരുത്തർക്ക് എത്ര കിട്ടിയെന്നുള്ള? ഗോപി, ഇതിൽ തകഴിയിലും അതോടൊപ്പം തകഴിയിൽ നേരത്തെ UDFന്റെ ഒരു സിറ്റിംഗ് സീറ്റ് ആയിരുന്നു. ഇവിടെയായിരുന്നു ഇത് UDF തകഴി വേഴപ്പുറത്ത് UDFന് സ്ഥലം നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും തന്നെ കുന്നമയായിരുന്നു UDFിൽ നിന്ന് BJP പിടിച്ചെടുത്ത മേഖല. അതോടൊപ്പം ആലപ്പുഴയിൽ പൊതുവെ പറയുകയാണെങ്കിൽ അമ്പലപ്പുഴ തെക്ക് ഗ്രാമപഞ്ചായത്തിൽ 6ാം വാർഡ് LDF നിലനിർത്തിയിരുന്നു. ജിത്തു കൃഷ്ണൻ 176 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു. ഇതിൽ SDPയുടെ സീറ്റ് നിലനിർത്തിയത് 132 വോട്ടുകൾക്കാണ്. തകഴി പഞ്ചായത്താണ്. ഞാനൊന്ന് തിരിച്ചു വരാം. ഇപ്പോൾ നേതാക്കൾ കൂടി ഈ ഘട്ടത്തിൽ നമ്മളോട് കൂടെ ചർച്ചയിൽ ചേരുന്നു. ശ്രീ M സ്വരാജ് ആണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ചേരുന്നത്. ശ്രീ സ്വരാജ്, നമ്മളെ എല്ലാ പ്രതിനിധികളും സൂചിപ്പിച്ച പോലെ തന്നെ, നമ്മൾ കണ്ടതുപോലെ തന്നെ സാധാരണ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ പ്രാദേശിക വിഷയങ്ങളായിരിക്കും ചർച്ചയ്ക്ക് വരിക. പക്ഷേ ഈ പ്രാവശ്യം അതൊന്ന് വ്യത്യസ്തമായിരുന്നു. വലിയൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന്റെ ചർച്ചകൾ ശബരിമല വിഷയത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഈ 39 ഇടങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നതും. ആ തെരഞ്ഞെടുപ്പിൽ 21ൽ നിന്നും ഒരു സീറ്റ് കൂടി ഇടതുമുന്നണി നേട്ടമുണ്ടാക്കിയിരിക്കുന്നു. BJP 2 ഒരു സീറ്റ് കൂടി 2 SDPIക്കും നേട്ടം. നഷ്ടം ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് കോൺഗ്രസിന് മാത്രം. 2 സീറ്റ് അവർക്ക് കയ്യിൽ നിന്ന് പോയി. ജനം ചിന്തിച്ചത്, ഒരു ഭാഗത്ത് വിവാദങ്ങളുണ്ട്, പക്ഷേ ജനം എങ്ങനെ ചിന്തിച്ചു എന്നാണ് താങ്കളടക്കമുള്ളവരുടെ വിലയിരുത്തൽ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മിക്കപ്പോഴും സജീവ ചർച്ചാ വിഷയമാവുക പ്രാദേശിക വിഷയങ്ങളാണ് എന്ന് പറയുന്നത് ഒരു പരിധിവരെ ശരിയാണ്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത, ഒന്ന്, ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 14 ജില്ലയിലുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 39 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 14 ജില്ലകളിലുമായിട്ടാണ്. 2, പ്രാദേശിക വിഷയങ്ങളോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും സജീവ ചർച്ചാ വിഷയം ഈ ഘട്ടത്തിൽ ശബരിമല തന്നെയായിരുന്നു. ശബരിമല വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ CPIMനെതിരെ അതിരൂക്ഷമായ ആക്രമണമാണ് BJPയും കോൺഗ്രസും അഴിച്ചുവിട്ടത്. 2 പേർക്കും ഒരേ നിലപാടായിരുന്നു. ഞാൻ പ്രതിനിധാനം ചെയ്ത തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിലെ തൃപ്പൂണിത്തുറ നഗരസഭയിൽ ഒരു ഡിവിഷനിലും ഉപതെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. അവിടെയൊക്കെ ഞങ്ങൾ നേരിട്ട് കണ്ട അനുഭവം, BJP ഓരോ വീട്ടിലെയും സ്ത്രീകൾക്ക് പ്രത്യേകമായി കത്ത് നൽകിയിരുന്നു. ആ കത്തിൽ ഈ വിഷയം അങ്ങേയറ്റം വികാരപരമായി അവതരിപ്പിക്കാനും വിശ്വാസികളെ ആകെ കൂട്ടക്കൊല ചെയ്യാനാണ് CPM ഒരുങ്ങുന്നത് എന്ന തരത്തിലുള്ള പ്രചരണമാണ് അവർ സംഘടിപ്പിച്ചിരുന്നത്. അവിടുത്തെ അനുഭവം, ഞങ്ങളുടെ തൃപ്പൂണിത്തുറയിലെ അനുഭവം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ട ഡിവിഷനാണ്. കോൺഗ്രസ് ആണ് വിജയിച്ചിരുന്നത്. കോൺഗ്രസിന്റെ പ്രതിനിധി മരിച്ചപ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത്. അവിടെ 450 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് CPIM സ്ഥാനാർത്ഥി സിറ്റി അരിവാൾ നക്ഷത്രപടയാളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയി. നമ്മുടെ സംസ്ഥാനത്തെ പൊതുവായ സ്ഥിതി പരിശോധിച്ചാൽ ശബരിമല വിഷയത്തിന്റെ പേരിൽ അവിശ്വാസികളെന്നും ക്ഷേത്രം തകർക്കാൻ ശ്രമിക്കുന്നവരെന്നും വിശ്വാസികൾക്കെതിരെന്നും മുദ്രകുത്തി CPMനെ അങ്ങ് തകർത്ത് കളയാം, ഇല്ലാതാക്കി കളയാം എന്ന് ധരിച്ച് BJP വലിയ കലാപത്തിന് കോപ്പുകൂട്ടുകയും BJP കൊടിക്കുഴിയിലേക്ക് സ്വന്തം കൊടി മടക്കി വെച്ച് പ്രവർത്തകരെ കോൺഗ്രസ് പറഞ്ഞയക്കുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ
ഞങ്ങൾ സ്വീകരിച്ച കരുത്തുറ്റ നിലപാടിന്, മതനിരപേക്ഷ നിലപാടിന്, തത്വാധിഷ്ഠിത നിലപാടിന് കേരളം നൽകിയ അംഗീകാരമാണ് ഈ കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം. അതായത് വിശ്വാസം വേറെ, രാഷ്ട്രീയം വേറെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക്, അവർ അങ്ങനെയാണ് വിധി എഴുതുന്നത് എന്നാണോ? അത് മാത്രമല്ല, ഒന്ന്, രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇത്തരം വിശ്വാസം, ജാതി, മതം കൂട്ടിക്കലർത്താൻ പാടില്ല. രണ്ട് വോട്ടിന് വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കേരള ജനങ്ങൾ പ്രബുദ്ധരാണ്. നാം ജനങ്ങളെ തീരെ വില കുറച്ച് കാണരുത്. സുപ്രീം കോടതി വിധി വന്നപ്പോൾ കോൺഗ്രസും BJP അതിനെ സ്വാഗതം ചെയ്തതാണ്. കുറെ കാലമായി പിന്തുടരുന്ന ഒരു ആചാരം പെട്ടെന്ന് മാറുന്നു എന്ന് വന്നപ്പോ വിശ്വാസികളുടെ ഇടയിൽ ചില മനോവിഷമങ്ങളും അങ്കലാപ്പും ഒരു അസ്വസ്ഥതയും ഉണ്ടായിട്ടുണ്ട്. അത് സത്യമാണ്. പക്ഷെ അതിന്റെ മുൻപിൽ കയറി നിന്ന് അതിനെ രാഷ്ട്രീയ സമരമാക്കി മാറ്റി ഹീനമായ ഒരു അട്ടിമറിക്കാണ് ഇവർ നേതൃത്വം കൊടുത്തത്. ഇവർ ഗവൺമെന്റ് വിരുദ്ധ വികാരമാക്കി അതിനെ മാറ്റാൻ ശ്രമിച്ചു. ഇത് സുപ്രീം കോടതിയാണ്, നമുക്കറിയാം. ആ വിധിയെ ഈ രണ്ടു കൂട്ടരും സ്വാഗതം ചെയ്തതാണ്. ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്ക് നിലപാട് മാറ്റിയിട്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനോ നോക്കിയിട്ട് അങ്ങനെ ഒലിച്ചു പോകുന്നവരല്ല ഞങ്ങൾ. ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാട് ബോധ്യപ്പെടുത്താൻ പറ്റും. ഞങ്ങളുടെ നിലപാട് സത്യസന്ധമാണ്. സത്യസന്ധമായ നിലപാട് കേരളത്തിലെ ജനങ്ങളുടെ മുൻപാകെ വിശദീകരിച്ചാൽ അവർക്കത് ബോധ്യം വരും എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത്. ഒപ്പം വർഗീയതയും ജാതീയതയും ഒക്കെ മുറുകെ പിടിച്ച് ചുളുവിൽ വോട്ട് നേടാനൊന്നും കേരളത്തിൽ പറ്റില്ല. ഇനിയെങ്കിലും സത്യസന്ധമായ നിലപാടിലേക്ക് വരണം എന്നാണ് കാണേണ്ടത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഗൗരവമായി ഈ ഫലത്തെ വിലയിരുത്തേണ്ടത് കോൺഗ്രസ് ആണ്. BJPക്കുള്ള ഒന്ന് ഞങ്ങൾ പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. പക്ഷെ BJPക്കും ഇല്ലാതിരുന്ന 2 സീറ്റുകൾ ഇപ്പോൾ നേടിയതായിട്ട് കാണുന്നു. അത് കോൺഗ്രസിനാണ് നഷ്ടം വന്നത്. ആലപ്പുഴ ജില്ലയിലാണ്. അവരത് ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. ഞങ്ങൾ എപ്പോഴും പറയാറുള്ളതാണ്, കോൺഗ്രസ് തകരണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്നും അല്ല ഞങ്ങൾ. ദേശീയ പ്രസ്ഥാനത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ കോൺഗ്രസ് പാതി വഴിയിൽ ഉപേക്ഷിച്ചു. തീർച്ചയായും താങ്കൾ പറഞ്ഞ ആലപ്പുഴയിലാണ് ആ 2 സീറ്റുകൾ. പക്ഷെ പത്തനംതിട്ടയിൽ ബാക്കിയുള്ള എറണാകുളത്താവട്ടെ, തൃശ്ശൂരാവട്ടെ, വടക്കൻ കേരളത്തിലാവട്ടെ LDFന് നേട്ടം തന്നെയാണ്. പത്തനംതിട്ടയിലെ ഒരു ചെറിയ നഷ്ടം അത് എങ്ങനെയാണ് ഇപ്പോൾ പാർട്ടി വിലയിരുത്തുന്നത്? നോക്കാം. ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അവിടെ എന്താ പ്രത്യേക സാഹചര്യം നോക്കാം. മൊത്തത്തിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം 35 സീറ്റിലെ തെരഞ്ഞെടുപ്പിൽ 22 സീറ്റുകളും LDF നിലനിർത്തി. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വിജയമാണ്. 100 കണക്കിന് വോട്ടുകളുടെ മാറ്റമാണ് ഉണ്ടായത്. കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് മാറിയിരിക്കും. നിങ്ങൾ പറഞ്ഞ പർട്ടിക്കുലർ ഒരു സീറ്റിലെ തോൽവിയോ അങ്ങനെ എന്തെങ്കിലും ഒറ്റപ്പെട്ട സംഭവം ഉണ്ടെങ്കിൽ ഞങ്ങൾ പരിശോധിക്കേണ്ടത് തീർച്ചയായും ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങൾക്ക് അതിൽ തുറന്ന മനസ്സല്ലേ. ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലെ പോരായ്മകളോ കുറവുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കാനും അത് സ്വന്തം മനസ്സോടെ പരിശോധിക്കാനും സർവാത്മന സന്നദ്ധതയുള്ളവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് തെറ്റുപറ്റിയാൽ തിരുത്താൻ ആർജവമുള്ളവർ. അതല്ലാതെ തെറ്റായ നിലപാട് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് താൽക്കാലിക നേട്ടം ഉണ്ടായേക്കുമെന്ന് കരുതി ജനങ്ങൾക്കിടയിൽ അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങളുമായിട്ടും തെറ്റായ പ്രചരണ രീതികൾ ഉയർത്തിപ്പിടിച്ചും മുൻപോട്ട് പോകുന്നവരല്ല ഞങ്ങൾ. ശരി, ശ്രീ സ്വരാജ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് വളരെ നന്ദി. ഇപ്പോൾ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കൂടി ചേരുന്നു ഈ ഘട്ടത്തിൽ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, മൊത്തത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വിധിയെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കേൾക്കാമോ? ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ താങ്കൾക്ക് കേൾക്കാമോ? അദ്ദേഹമുള്ള ടെലിഫോൺ ബന്ധത്തിൽ ചില അവ്യക്തതകൾ അദ്ദേഹം ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാർത്തിക് കൂടി ചേരുന്നു തെക്കൻ കേരളത്തിൽ നിന്നും. കാർത്തിക്, മധ്യ കേരളത്തിൽ ഇപ്പോൾ നേരത്തെ ഡാനി സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ വീടുകളിലും കൃത്യമായി കയറി നടത്തിയ ക്യാമ്പയിനുകൾ, ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ ക്യാമ്പയിനുകൾ കൃത്യമായി നടത്തുകയും ചെയ്തു. അങ്ങനെ വളരെ സജീവമായ രാഷ്ട്രീയ ക്യാമ്പയിൻ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ഇത്രമാത്രം പ്രാധാന്യത്തോടുകൂടി വിലയിരുത്തുന്നതും ചർച്ച ചെയ്യുന്നതും. സ്വരാജൊക്കെ പറഞ്ഞ പോലെ തൃപ്പൂണിത്തറയിൽ നിന്ന് രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഓരോ മണ്ഡലങ്ങളിലും ഓരോ ഇടങ്ങളിലും ഇതുപോലെ തന്നെ വലിയ തോതിലുള്ള ക്യാമ്പയിനുകൾ നടന്നത്. തെക്കൻ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശബരിമല വീതിക്ക് ശേഷം പല രീതിയിലുള്ള വലിയ ക്യാമ്പയിനുകൾ കണ്ടതാണ്, പല രീതിയിലുള്ള പ്രകടനങ്ങൾ കണ്ടതാണ്, പല രീതിയിലുള്ള വിവാദങ്ങൾ കണ്ടതാണ്. ഈ തെക്കൻ കേരളത്തിൽ ആർക്ക് നഷ്ടം ആർക്ക് ലാഭം എന്ന് വ്യക്തമായി പറയാമോ? സംസ്ഥാനത്തെ 14 ജില്ലകളിലെയും വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. 39 വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ 139 സ്ഥാനാർത്ഥികൾ ജനവിധി തേടി. ഈ 39 വാർഡുകളിലായി ഏതാണ്ട് 79% പോളിംഗും രേഖപ്പെടുത്തിയിരുന്നു. ആ ഘട്ടത്തിൽ കൂടി വേണം നമ്മൾ ഇതിനെ വിലയിരുത്താൻ. കാരണം പ്രാദേശിക വിഷയങ്ങൾ ഒന്നും തന്നെ ചർച്ച ആയിരുന്നില്ല. പ്രാദേശിക വിഷയങ്ങൾ ചിലയിടങ്ങളിൽ ചർച്ചയായി. അതോടൊപ്പം തന്നെ ചിലയിടങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ തന്നെ സ്ഥാനാർത്ഥിയുടെ വ്യക്തിബന്ധം നോക്കി വോട്ട് ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ട്. പക്ഷെ അത്തരത്തിൽ ഉള്ള ഒരു
പതിവ് രീതിയിൽ നിന്ന് മാറി ചിന്തിക്കുന്നു എന്നുള്ളത് ഒരു പ്രാഥമിക വിലയിരുത്തൽ നമുക്ക് നടത്തണം. കാരണം ഈ സൂചന നൽകുന്നത് നേരത്തെ LDFന് 21 സീറ്റ് ഉണ്ടായിരുന്നു. ആ 21 സീറ്റിൽ നിന്ന് 22ലേക്ക് എത്തുന്നു. അതായത് LDF സർക്കാർ അധികാരത്തിലേറിയ ശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ LDFന് മേൽക്കൈ ഉണ്ടായിരുന്നു. ആ മേൽക്കൈ ഇത്തവണ നിലനിർത്താനാകുമോ എന്നതായിരുന്നു രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയതും. ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിന് ഒരു തരത്തിൽ ശ്രീ എം ടി രമേശ് കൂടി ഈ ഘട്ടത്തിൽ നമ്മളോടുകൂടെ ചേരുന്നു. ശ്രീ എം ടി രമേശ്, കേരളം ഏറ്റവും ശ്രദ്ധിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പാണിത്. അതിന്റെ വിധിയാണ് വന്നത്. എങ്ങനെയാണ് താങ്കൾ ഈ വിധിയെ കാണുന്നത്? BJP സംബന്ധിച്ചിടത്തോളം നല്ല റിസൾട്ടാണ് ഉപതെരഞ്ഞെടുപ്പിലുണ്ടായത്. ഞങ്ങൾക്ക് UDFന്റെ കയ്യിൽ നിന്നും LDFന്റെ കയ്യിൽ നിന്നും ഓരോ സീറ്റുകൾ പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചു. ബാക്കി എല്ലാ സീറ്റിലും നല്ല പെർഫോമൻസ് ആണ് BJP സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ പൊതുവായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ സാധിക്കുന്ന റിസൾട്ടാണ് BJP സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ കൂടുതൽ BJP പ്രതീക്ഷിച്ചിരുന്നില്ലേ? ഇത്രേ പ്രതീക്ഷിച്ചിരുന്നുവോ? എം ടി രമേശും എല്ലാ ടെലിഫോൺ ബന്ധത്ത് അദ്ദേഹം കട്ട് ചെയ്യുന്നു തോന്നും. ഇടവേള.